രാത്രിയാവുമ്പോൾ ഫുൾ പവർ. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭയങ്കരമായിട്ട് ഐഡിയാസ് വരുന്നു. എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഭയങ്കര എന്താന്ന് പറയാൻ പറ്റില്ല, അത്ര ആക്റ്റീവാണ് നമ്മൾ. നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പായ പോലെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു മൂഡില്ല. ഓ അയ്യടെ, ആ ഒരു മൂഡുണ്ടല്ലോ, അതായിരിക്കും. ഞാനിങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. നിങ്ങളും ഇങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെയാണ്. എനിക്ക് രാത്രിയാവുന്ന സമയത്താണ് ഐഡിയാസ് വരുന്നത്. രാത്രിയിലാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ പകലാകുമ്പോഴത്തേക്ക് എനിക്ക് ഐഡിയാസ് ഒന്നും വലുതായിട്ട് വരാറില്ല. ഭയങ്കര ഒരു ലേസി മോഡാണ്. അത് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒന്നും തോന്നാറില്ല. എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ, ഇതൊരു ബ്രെയിനിൻ്റെ ഒരു കെമിസ്ട്രിയാണ്. നമുക്ക് രാത്രി കാലങ്ങളാകുമ്പോഴത്തേക്ക് ബ്രെയിൻ കുറച്ചും കൂടെ ഷാർപ്പാകും, കാമാകും. അപ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടും. റിയലിസ്റ്റിക് ആയിട്ടല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ വരും. പക്ഷേ നേരെ മറിച്ച് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് ലോജിക്ക് ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ കൂടുതലും ടാസ്കുകളും ഡെയിലി ചെയ്യേണ്ട ഡെയിലി റൊട്ടീൻസ്, നമ്മുടെ വർക്ക് പ്രഷർ, ഇതെല്ലാം കൂടെ വന്ന് നമ്മളെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതല്ല, നമ്മൾ രാത്രി വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, രാത്രി നിങ്ങൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്ത് ഇത് എഴുതുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. രാത്രിയിൽ എനിക്ക് എന്തൊക്കെ ഐഡിയാസ് വരുന്നോ ആ രാത്രിയിലാണ് വരാറുള്ളത്. ആ സമയത്ത് ഞാൻ എഴുതും. ഒരു ബുക്ക് എടുത്ത് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു മൂവ് ചെയ്തു നോക്കാം, അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമുക്ക് വരില്ല. അതെല്ലാം നമ്മൾ എടുത്ത് എഴുതുക. അല്ലാതെ നമ്മൾ ആ സമയത്ത് സ്ക്രോൾ ചെയ്യാനോ മൊബൈൽ നോക്കാനോ പോകരുത്. എഴുതുക. അതിനുശേഷം അതിൽ ഒന്നോ രണ്ടോ ടാസ്ക് മാത്രം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതരുത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ചെയ്യുക. എല്ലാം ചെയ്യാൻ നിൽക്കത്തില്ല. ഒരുപാട് ഐഡിയാസ് വരുന്നത്, അതെല്ലാം ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല. എന്താണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഞാനത് പിറ്റേ ദിവസം ചെയ്യും. അത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ബോഡി, എൻ്റെ മൈൻഡ് ഇപ്പോൾ അതുമായിട്ട് അലൈൻഡാണ്. ഞാൻ നൈറ്റ് ആകുമ്പോഴത്തെ ഐഡിയാസ് എഴുതുന്നു, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഡിസ്കസ് ചെയ്യുന്നു ടീമുമായിട്ട്, അല്ലെങ്കിൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് ലേസിനെസ് ആണെന്നാണ്. ലേസിനെസ് അല്ല അത്. നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, നമുക്കിത് സ്വയം തോന്നുന്നതാണ് എങ്കിൽ അത് നൈറ്റ് നമ്മൾ അങ്ങ് എഴുതുക. നമ്മൾ വരുന്ന ഐഡിയാസ് വരുന്നതെല്ലാം ഒരു ബുക്കിലും പേപ്പറിലും എടുത്ത് അപ്പോൾ തന്നെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ടൈം മുതൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സൈക്കിൾ, നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു ഇഷ്യൂ അല്ലാതായി മാറും. പതിയെ ഇത് മാറുകയും ചെയ്യും. നിങ്ങളും ഇങ്ങനെ ഈ ഒരു നൈറ്റ് തിങ്കേഴ്സ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്തത് എന്നുള്ളത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.